അങ്ങനെ എല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന വൈറ്റ് പേപ്പർ ഇന്ന് പബ്ലിഷ് ചെയ്തു. എല്ലാ ഇമിഗ്രൻസും കൈൻഡ് ഓഫ് വറീഡ് ആയിരുന്നു അല്ലേ, ഇത് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ, ഇത് ആരൊക്കെ എഫക്റ്റ് ആവും, ഇത് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ആവുന്നത്, അത് എക്സിസ്റ്റിംഗ് സ്കിൽ വർക്കർ റൂട്ടിലുള്ള ആൾക്കാർ എഫക്റ്റ് ആവും, അതോ പുതിയ വിസ എടുക്കുന്ന ആൾക്കാരാണ് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പല പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൈൻഡ് ഓഫ് വറീഡ് ആയിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കുറേ മാറ്റങ്ങൾ, വരാൻ പോകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഗ്രാജുവേറ്റ് വിസ കിട്ടണമെങ്കിൽ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ലെവൽ ജോബ് ഓഫർ റെഡിയാക്കി വെക്കണം. അത് വിച്ച് ഷുഡ് അലൈൻ വിത്ത് സ്കിൽ വർക്കർ വിസ റിക്വയർമെൻറ്റ്. അതായത് സ്കിൽ വർക്കർ വിസ റിക്വയർമെൻറ്റ് ഉള്ള ജോബ് ഓഫർ കിട്ടിയാൽ മാത്രമേ ഗ്രാജുവേറ്റ് വിസ ഗ്രാൻഡ് ആവുള്ളൂ. അതായത് ഈക്വലൻ്റ്, അത് RQF ലെവൽ 6 ഈക്വലൻ്റ് ആയിട്ടുള്ള ജോബ് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാജുവേറ്റ് വിസ ഗ്രാൻഡ് ആവുള്ളൂ. സ്കിൽ വർക്കർ വിസയിൽ ലാംഗ്വേജ് ലെവൽ റിക്വയർമെൻറ്റ് B1 B2ലേക്ക് മാറ്റി. അതുപോലെ തന്നെ അഡൽട്ട് ഡിപ്പെൻഡൻറ്റിന് അറ്റ്ലീസ്റ്റ് A ലെവൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിർബന്ധമാക്കി. സ്കിൽ വർക്കർ വിസയിൽ സ്കിൽ റിക്വയർമെൻറ്റ് കൂട്ടി. അതായത് RQF 3 ഉണ്ടായിരുന്നത് RQF 6 ആക്കി. അതായത് RQF ലെവൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിലേക്ക് സ്കിൽ ലെവൽ കൂട്ടി. അപ്പോൾ ഇപ്പോൾ ഉള്ള അതായത് മിനിമം സ്കിൽ റിക്വയർമെൻ്റ് ഉള്ളത് മാറ്റിയിട്ട് ഹൈ സ്കിൽ ഡിഗ്രി ലെവലിലെ സ്കിൽസ് ഉള്ളവർക്ക് മാത്രമേ വിസ കൊടുക്കുകയുള്ളൂ എന്നുള്ള റൂൾ കൊണ്ടുവരാൻ പോകണം. മറ്റൊന്നുള്ളത് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ കെയർ വർക്കർ ഈസ് ക്ലോസ് നൗ. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് UK ഇപ്പോൾ ഉള്ള സോഷ്യൽ കെയർ വർക്കിന് 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. മറ്റൊന്നുള്ളത് ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് 32% കൂട്ടി. പിന്നെ എല്ലാവരും വറീഡായ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കറണ്ട് ILR പീരീഡ് 5 ഇയറിന്ന് 10 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സെപ്റ്റ് ലൈക്ക് ഡോക്ടേഴ്സ്, നേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഈ കാറ്റഗറിയിൽ നിന്ന് ഇല്ലാത്ത ബാക്കിയെല്ലാ ഇമിഗ്രൻസിനും 5 ഇയേഴ്സിന്ന് 10 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇത് ജസ്റ്റ് എ പ്രൊപ്പോസൽ, അതായത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനാണ്. അത് റൂളായി വന്നിട്ടില്ല ഇതുവരെ. ഇനി റൂൾ ആവണമെങ്കിൽ ഇറ്റ്സ് ടേക്ക് ടൈം. അത് ഒരുപാട് പ്രൊസീജിയേഴ്സിലേക്കൂടെ പോകണം. കാരണം ഒരുപാട് ഗ്രൂപ്പ്സ് എഫക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും അതുപോലെ ഒരുപാട് കോൺട്രവേഴ്സി, ഒരുപാട് ഡിസ്കഷൻസിന് ശേഷം ഇതൊരു റൂളായിട്ട് വരുള്ളൂ. അങ്ങനെ ഒരു റൂളായിട്ട് വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ലെറ്റ്സ് വെയിറ്റ്.